1961 ഹോമോസാപ്പിയൻസ് ആദ്യമായി സ്പേസിൽ പോയത്. അതിനുശേഷം പലരും സ്പേസ് ജേർണി ചെയ്യാറുണ്ടെങ്കിലും അതൊക്കെ വളരെ എക്സ്പെൻസീവും റിസ്കിയുമാണ്. എന്നാൽ എങ്ങനെയെങ്കിലും സ്പേസിൽ പോകണമെന്ന ആഗ്രഹത്തോടെ ഇരുന്ന ഹോമോസാപ്പിയൻസിന്റെ ഇടയിലേക്ക് ഒരു ദിവസം സോഷ്യൽ മീഡിയ ഇൻട്രൊഡ്യൂസ് ചെയ്യും. സയന്റിസ്റ്റുമാരും റിസർച്ചേഴ്സും കൈയടക്കി വെച്ചിരുന്ന സ്പേസിലേക്ക് സോഷ്യൽ മീഡിയ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ തൊട്ട് നോർമൽ ഹ്യൂമൻസും പോയി വരാൻ തുടങ്ങി. അതും ഫ്രീ ആയിട്ട്. എത്ര ദൂരം പോകണം, എത്ര നാൾ പോകണം എന്നൊക്കെ ഡിപ്പെൻസ് അപ്പോൺ ദ ചുണ്ണിത്തരം സെസ് ഇൻ സോഷ്യൽ മീഡിയാസ്. എന്നായാലും സോഷ്യൽ മീഡിയ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ തൊട്ട് ആരെങ്കിലുമൊക്കെ ദിവസവും എയറിൽ പോകുന്നുണ്ട്. I can confirm that. Wait a minute. Who are you? It's me. You know me. ഹേ ഫോക്സ്, സോഷ്യൽ മീഡിയ വഴി സ്പേസിൽ പോകുന്നവരുടെ, അതായത് എയറിൽ പോകുന്നവരുടെ കണക്കെടുത്താൽ ഇറ്റ്സ് കൗണ്ട്ലെസ്. ഇങ്ങനെ എയറിൽ പോകുന്നതിന് ഇങ്ങനെ വലിപ്പച്ചെറുപ്പമോ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ കോമൺ ആളുകളെന്നോ സെലിബ്രിറ്റിയെന്നോ എന്നൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എയറിൽ പോകും. ദാറ്റ്സ് വൈ ഐ ലൈക്ക് സോഷ്യൽ മീഡിയാസ്. സോഷ്യൽ മീഡിയ വഴി എയറിൽ പോകുന്നവരെ ഞാൻ എയർബോൺ പീപ്പിൾസ് എന്ന് വിളിക്കും. ബിക്കോസ് ഇവർ എയറിൽ പോകാൻ വേണ്ടി മാത്രം ജനിച്ചവരാണ്. യു നോ വാട്ട്, ഇങ്ങനെ എയറിൽ പോകുന്നതിന്, അതായത് സ്പേസ് യാത്ര പോകുന്നതിന് 3 ലെവലുണ്ട്: ലോ, മീഡിയം, ഹാർഡ്. ഈ ലെവലിലോ എയറിൽ പോക്കെന്നൊക്കെ പറയുമ്പോൾ കൂടുതലും സോഷ്യൽ മീഡിയയിൽ ഇടുന്ന പോസ്റ്റിന് ഊക്ക് കിട്ടുമ്പോഴാണ് പലരും എയറിലാവുന്നത്. എത്ര നാൾ എയറിൽ പോകണമെന്ന് ഈ പോസ്റ്റിന്റെ റീച്ച് അനുസരിച്ചിരിക്കും. മാക്സിമം സ്ട്രാറ്റോസ്ഫിയർ വരെ പോയിട്ട് അവർ ലാൻഡ് ചെയ്യും. ഊക്ക് കൂടുന്തോറും എയറിൽ പോകുന്നതിന്റെ ആൾട്ടിറ്റ്യൂഡും കൂടും. പണ്ട് ലാലേട്ടൻ പറഞ്ഞ പോലെ, എന്താ മോനെ, ഉയരം കൂടുന്തോറും ഊക്കിന്റെ ശക്തിയും കൂടും. കൂടുതലും ഫേസ്ബുക്കിൽ നിന്ന് കുടിയേറിയവരാണ് ഈ ടൈപ്പ് എയറിൽ പോകുന്നത്. ഇൻസ്റ്റാഗ്രാമിനെ ഫേസ്ബുക്കായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഇവർ എയറിലാവുന്നത്. അതെ, മുന്നിലും പിന്നിലും നടക്കാൻ ബെസ്റ്റിയെ നോക്കുന്നവരും നാട്ടുകാരുടെ ഒപ്പീനിയൻ ചോദിക്കുന്നവരും 10 വർഷം മുമ്പുള്ള ഓൾഡ് ക്യൂട്ട്നെസ് ട്രിക്ക് കാണിച്ച് എൻഗേജ്മെന്റ് ഉണ്ടാക്കാൻ നോക്കുമ്പോഴൊക്കെയാണ് പലരും എയറിലാവുന്നത്. ഫാക്ട് എന്തെന്ന് വെച്ചാൽ ഇവർ എണ്ണത്തിൽ കൂടുതലായിരിക്കും. ഇവരുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നിപ്പോ നമ്മൾ യൂണിവേഴ്സ് മാറി കയറിയതാണെന്ന്. അങ്ങനെ ഫീൽ ചെയ്താൽ ഉറപ്പിച്ചോ, ദേ ആർ ദി ലെവൽ ലോ എയർബോൺ പീപ്പിൾസ്. എണ്ണത്തിൽ കൂടുതലായി ഇവർ ടെക്നോളജി വൈസും ഫിസിക്കലി 2024 മെന്റലി ഇപ്പോഴും 2017. ഇനി എന്നാണോ തിരിച്ചു വരുന്നത്? When will they change? I have no idea. നെക്സ്റ്റ് ലെവൽ മീഡിയം എയറിൽ പോക്കാണ്. കൂടുതലും ഈ സെൽഫ് പ്രൊക്ലൈംഡ് സെലിബ്രിറ്റീസ് ഒക്കെയാണ് ഈ ടൈപ്പ് മീഡിയം ലെവൽ എയറിൽ പോകുന്നത്. ഈ സെൽഫ് പ്രൊക്ലൈംഡ് സെലിബ്രിറ്റീസ് എന്നൊക്കെ പറയുമ്പോൾ അമലാക്ക, ഹെൽന സ്പാർട്ട, മൂവി ക്രിറ്റിക്സ്, അലിൻജോസ് പെരേര, ലൈവ് സ്പെഷ്യലിസ്റ്റ് നിമിഷ ബിജോ, അങ്ങനെ പോകുന്ന ലിസ്റ്റ്. ഈ മീഡിയം ലെവൽ എയറിൽ പോകുന്നവർക്കൊക്കെ ഉള്ള ഒരു കോമൺ സ്പെഷ്യാലിറ്റിയാണ് ഇവർക്ക് സ്വന്തമായിട്ട് ഫാൻസും ഉണ്ട്, ഫാൻ കൾച്ചറും ഉണ്ട്. ഇവരെ വേണേ ISRO റോക്കറ്റുമായിട്ട് കമ്പയർ ചെയ്യാം. ISRO റോക്കറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് സ്പേസിൽ പോകുന്നത്. അതുപോലെയാണ് ഇവരും സ്പേസിൽ പോകുന്നത്. ഫാൻസിനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഫസ്റ്റ് ലെവലിലോ സ്പേസ് യാത്ര ഇവർ നടത്തും. അത് കഴിഞ്ഞ് ഇവർ സെലിബ്രിറ്റീസ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഇന്റർവ്യൂസ് കിട്ടും. നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് മീഡിയം ലെവൽ എയർ യാത്ര ഇവിടുന്ന് തന്നെ തുടങ്ങും. யூஸ் பண்ணி தான் வெள்ளையா காட்டுறாங்க. ஃபில்டர் அப்படி இருக்குது என்னது? ஃபில்டர்னா அந்த கொஞ்சம் டார்க்கா இருக்கவங்கள கொஞ்சம் இன்னும் கொஞ்சம் ஃபேரா இது எங்க காண்றது? நீங்க ஃபீச்சர் இன்ஸ்டாகிராம் அப்டேட் பண்ற ஃபீச்சர். நீ ஒரு பொம்பளை, ஒரு ஆம்பளை கிட்ட இந்த மாதிரி பேசுறதுக்கு உனக்கு அச்சம் இல்ல, வெக்கம் இல்ல? ഫസ്റ്റ് ഇന്റർവ്യൂ ചെയ്യുന്നവർ തന്നെ ഊക്കി വിടും. ബിയറടി കുറയ്ക്കണം കേട്ടോ, വയറ് കൂടുന്നുണ്ട്. സോറി മാഡം, ഞാൻ ബിയർ അടിക്കല്ല, ഓൺലി ഹോട്ട്. കൂടുതൽ വിശേഷം നീ പറയണ്ട, എനിക്കറിയാടി നിന്നെ. സെക്കൻഡ് ഇന്റർവ്യൂ വീഡിയോ റിലീസ് ചെയ്യുമ്പോൾ നാട്ടുകാർ ഇവരെ എയറിലാക്കും. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഇവർ ലെവൽ മീഡിയം സ്പേസ് യാത്ര നടത്തുന്നത്. ഇവർ സ്പേസ് വരെ പോവും, എന്നിട്ട് സ്ട്രാറ്റോസ്ഫിയറിൽ വന്ന് കിടക്കും. മാസങ്ങളോളം ഇവർ സ്ട്രാറ്റോസ്ഫിയറിലായി. ഒരു വട്ടം എയറിലായാൽ പിന്നെ ഇവർ നിലം തൊടാൻ മാസങ്ങൾ എടുക്കും. അഥവാ നിലം തൊട്ടാലോ അടുത്ത വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് വരെ മാത്രം. അമലാഖയൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കയറിയപ്പോ തൊട്ടേ സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഈ ഹെലനോസ് പാർട്ടയൊക്കെ ഏതോ ഓൺലൈൻ സ്കാമിന്റെ പേരിൽ എയറിലായിരുന്നു. Crypto and we never get that profit. So I am mentioning a page here named Saket Jaswal. You guys can DM him. He'll guide you how to invest. And Several days later. പറയട്ടെ, I am very very sorry. എന്റെ അബദ്ധമാണ്, എന്റെ ശ്രദ്ധക്കുറവാണ്. ഞാൻ അങ്ങനെ ഒരു സാധനം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. റീസെന്റ് റിപ്പോർട്ടുകൾ പ്രകാരം ഇപ്പോഴും സ്ട്രാറ്റോസ്ഫിയറിലാണ്. പിന്നെ അലിൻജോസ് പെരേരയുടെ കാര്യം പറയണ്ടല്ലോ, നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അമേരിക്ക, ലണ്ടൻ, യൂറോപ്പ്, ബഹ്റിൻ, ദുബായ്, എല്ലായിടത്തുകളിലും അലിൻജോസ് പെരേര എന്ന പേര് അറിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാവുന്നേ പറയൂ. കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പു. പുള്ളി എപ്പോഴും എയറിൽ തന്നെ ആയിരിക്കും. പിന്നെ ലൈവ് സ്പെഷ്യലിസ്റ്റ് ആയ നിമിഷ ബിജോ ആദ്യം ഇന്റർവ്യൂ ചെയ്യുന്നവർ ഊക്കി വിട്ടു. പാടില്ലായ്മയല്ലേ സൂചിപ്പിക്കുന്നത്. ബിയറടി കുറയ്ക്കണം കേട്ടോ, വയറ് കൂടുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഇതുപോലുള്ള ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് അഴിഞ്ഞാടുന്നത് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? നിങ്ങളൊരു കല്യാണം കഴിച്ച സ്ത്രീയാണ്. നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെ ഇതിലേക്ക് വലിച്ചഴിക്കാൻ നിങ്ങൾക്ക് കാണും? A few moments later. നിങ്ങൾ തന്നെയാണല്ലോ പറഞ്ഞ വലിയ സോഷ്യൽ മീഡിയ താരമാണെന്ന് പറഞ്ഞു. താരം ചോദിച്ച ചോദ്യമാണ് ഈ ചോദിച്ചത്. അതിനെന്തിനാണ് ഈ ചൂടാവുന്നത്? ഇന്റർവ്യൂക്ക് ആകുമ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചെന്നൊക്കെ ഇരിക്കും. ഒരു ഇന്റർവ്യൂവിനെ വിളിക്കുമ്പോൾ ഇങ്ങനെയാണോ ചോദിക്കേണ്ടത്? ദേഷ്യം ഞാൻ മോന്തയടിക്കാൻ പൊളിക്കും ഞാൻ.
എനിവേ ദിവസം എയറിൽ പോകുന്നവരെ വിളിച്ചു വരുത്തി ഊക്കാൻ ശ്രമിക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സ് കരിങ്കല്ലാക്കിയിട്ട് വേണം ഊക്കാൻ നോക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ കിടന്ന് മോങ്ങേണ്ടി വരും. ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കും. എന്തായാലും അമലാക്കി ഹെൽനോസ്പാട്ടയൊക്കെ സ്വന്തമായിട്ട് ചെയ്യുന്ന ചുണ്ടിത്തരം കാരണം സ്പേസിൽ പോകുന്നതാണെങ്കിൽ മൂവി ക്രിറ്റിക്സ് ആയ അലിൻ ജോസ് പെരേരയും ലൈവ് സ്പെഷ്യലിസ്റ്റ് ആയ നിമിഷോ ബിജോയൊക്കെ എയറിലാവുന്നത് എക്സ്റ്റേണൽ ഫോഴ്സസിന്റെ സഹായത്തോടെയാണ്. ഈ എക്സ്റ്റേണൽ ഫോഴ്സസ് എന്നൊക്കെ പറയുമ്പോൾ ഇവർ ഇന്റർവ്യൂ കൊടുക്കുന്ന മീഡിയാസിനെയാണ്. ഈ മീഡിയക്കാരെ മാത്രം പറഞ്ഞാൽ മതി. പണ്ടൊക്കെ നമുക്കൊരു ഇന്റർവ്യൂ കിട്ടണമെങ്കിൽ നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യണമായിരുന്നു. ഇവർക്കൊക്കെ എങ്ങനെയാണ് ഈ ഇന്റർവ്യൂ കിട്ടുന്നതെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. ഈ എക്സ്റ്റേണൽ ഫോഴ്സസിന്റെ സഹായം ഇല്ലായിരുന്നെങ്കിൽ ലെവൽ ഓഫ് സ്പേസ് യാത്ര നടത്തേണ്ട ടീംസ് ആണ് ഇവർ. അതുകൊണ്ട് ഇവരെ ഫോഴ്സ്ഡ് മീഡിയം എയർബോൺ പീപ്പിൾസ് എന്ന് ഞാൻ വിളിക്കും. എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത് ഇവർക്ക് എങ്ങനെയാണ് ഇത്രയും ഫാൻസ് വരുന്നത്. എന്നായാലും വാട്ട് ടൈപ്പ് ഓഫ് സോഷ്യൽ മീഡിയ ലൈഫ് ഈസ് ദിസ്? അടുത്തതായി ലെവൽ ഹാർഡ് സ്പേസ് യാത്രയാണ്. ഈ ലെവൽ ഹാർഡ് സ്പേസ് യാത്രയൊക്കെ കൂടുതലും ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെയാണ് നടത്തുന്നത്. ഇവരുടെ സ്പേസ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ലെവൽ മീഡിയത്തിൽ നിന്നാണ്. ലെവൽ മീഡിയം സ്പേസ് യാത്രയൊക്കെ ഒരു 10 വട്ടം കംപ്ലീറ്റ് ആയവർക്ക് മാത്രമേ ലെവൽ ഹാർഡ് സ്പേസ് യാത്ര നടത്താനുള്ള പ്രൊമോഷൻ കിട്ടുകയുള്ളൂ. കാണിക്കുന്ന ചുണ്ണിത്തരം കാരണം ഇവർ എർത്തിന്റെ ഓർബിറ്റിലായിരിക്കും. ഈ ലെവൽ ഹാർഡ് സ്പേസ് യാത്രയൊക്കെ നടത്തുന്നവരെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. പകൽ സമയം ഇവർ എക്സ്ട്രോവർട്ടുകളും നൈറ്റിൽ ഇവർ പെർവേർട്ടുകളുമാണ്. റീസെന്റ് ആയിട്ട് ലെവൽ ഹാർഡ് സ്പേസ് യാത്ര നടത്തിയ ഒരാളെ കാണിച്ചു തരാം. വിജയ് മച്ചാൻ എന്നറിയപ്പെടുന്ന യൂട്യൂബർ ഗോവിന്ദ് വിജയ് പോക്സോ കേസിൽ അറസ്റ്റിൽ. ടൂർ എറിയുന്നില്ല. മച്ചാന്റെ യൂട്യൂബ് ബയോ ആണിത്. എനിക്കറിയാം ഒരിക്കൽ നിങ്ങൾ എന്നെ തേടി വരുമെന്ന്. അറം പറ്റിയെന്ന് തോന്നുന്നു. അവസാനം മച്ചാനെ തേടി എത്തിയത് പോലീസാണ്. എന്തായാലും ഇൻഫ്ലുവൻസ് ഒക്കെ ചെയ്ത് ജയിലിൽ വരെ കയറി ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ലെവലൊക്കെ ആയി മച്ചാൻ. ഈ ലെവൽ ഹാർഡ് സ്പേസ് യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നാട്ടുകാരും പോലീസുകാരും മീഡിയക്കാരും ഒക്കെ ഒരുമിച്ച് നമ്മളെ ഏറില്ല. അത് കുറച്ച് റിസ്കിയാണ്. ഈ ടൈപ്പ് റിസ്ക് ഒന്നും ജീവിതത്തിൽ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പുള്ളി മാത്രമല്ല, ഈ റീസെന്റ് ആയിട്ട് ലെവൽ ഹാർഡ് സ്പേസ് യാത്ര നടത്തിയ കുറെ പേരൊക്കെ ഉണ്ട്. ബട്ട് അവരെയൊന്നും ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നില്ല. എന്തിനാ വെറുതെ അവർക്ക് പ്രൊമോഷൻ ഒക്കെ കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ ടൈപ്പ് എയറിൽ പോകുന്നവരെ ഹാർഡ് ലെവൽ എയർബോൺ പീപ്പിൾസ് എന്ന് ഞാൻ വിളിക്കും. ഈ 3 ലെവൽ ഓഫ് സ്പേസ് ജേർണി കംപ്ലീറ്റ് ആയ കുറച്ച് പേരൊക്കെ ഉണ്ട്. അതിലൊരാളാണ് ആറാട്ടണ്ണൻ. ഈ മീഡിയക്കാർ എയറിൽ കയറ്റി ലെവിറ്റേറ്റ് ചെയ്ത് നടക്കുന്ന കേരളത്തിലെ ഏക ഇന്റലക്ച്വൽ സെലിബ്രിറ്റിയാണ് ആറാട്ടണ്ണൻ. ഗൈസ്, ഈ പറഞ്ഞ ലോ മീഡിയം ഹാർഡ് സ്പേസ് ജേർണി ഒക്കെ ഏതൊരു കോമൺ ഹ്യൂമനും നടത്താൻ പറ്റുന്നതേ ഉള്ളൂ. എനിവൺ ക്യാൻ ഡു ഇറ്റ്. എന്നാൽ കുറച്ച് ദിവസമായിട്ട് കാണുന്ന ഒരു തരം എയറിൽ പോക്കുണ്ട്. ഈ ടൈപ്പ് സ്പേസ് ജേർണി നടത്തുന്നവർ കൂടുതലും ദൈവത്തിന്റെ അടുത്തുനിന്ന് ലൈഫിൽ പ്രീമിയം മെമ്പർഷിപ്പ് എടുത്തവരാണ്. അതെ, സിനിമ സെലിബ്രിറ്റീസ്. വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം എയറിൽ കയറി അവരിപ്പോ അടുത്ത ഗാലക്സി വരെ തൊടാറായി. ഇവരെ ഞാൻ പ്രീമിയം എയർബോൺ പീപ്പിൾസ് എന്ന് വിളിക്കും. ഗൈസ്, സെലിബ്രിറ്റീസ് നടത്തുന്ന സ്പേസ് ജേർണിക്ക് ഞാൻ ഇതുവരെ പേരൊന്നും ഇട്ടിട്ടില്ല. നിങ്ങൾ ഇവിടം വരെ എന്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ കൈൻഡ്ലി സജസ്റ്റ് സം നെയിംസ്. മുറ്റു പേരാണെങ്കിൽ അത് ഞാൻ പിൻ ചെയ്യുന്നതായിരിക്കും. സോ ബാക്ക് ടു ടോപ്പിക്. ഗൈസ്, നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ എന്തുവാണ് നടക്കുന്നത്? മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് ഇപ്പൊ എന്തോ സംഭവിക്കുന്നത് അറിയത്തില്ലേലും അമ്മ കമ്മിറ്റി മെമ്പേഴ്സിന് ഇപ്പൊ എന്തോ സംഭവിക്കുന്നത് സുരാജേട്ടൻ അറിയാം. അതെന്തോന്ന് സുരാജേട്ടൻ തന്നെ പറയും. ഭൂമിയിലുള്ള നമ്മുടെ അമ്മയുടെ മെമ്പേഴ്സിന് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ എയറില് അമ്മയുടെ മെമ്പേഴ്സ് എല്ലാവരും എയറിൽ നിൽക്കുകയാണ്. പലരും ഇപ്പൊ എയറിലാണ്. പല സെലിബ്രിറ്റീസിനെതിരെ പീഡന പരാതികൾ വരുന്നു. ഇടവേളകൾ ആനന്ദമാക്കിയതിന് ഇടവേള ബാബുവിനെതിരെ, രാത്രിയിൽ അന്തസ് വഹിക്കുന്ന മുകേഷിനെതിരെ, 46 വയസ്സുള്ള യുവനടൻ ജയസൂര്യക്കെതിരെ, എങ്ങനെ ഒരു നല്ല നടനാവാമെന്ന് മോഹന് ക്ലാസ് എടുത്ത രഞ്ജിത്തിനെതിരെ, നിവിൻ പോളിക്കെതിരെ, അങ്ങനെ ദിവസം കൂടുന്തോറും എയറിൽ പോകുന്ന പ്രമുഖന്മാരുടെ ലിസ്റ്റ് കൂടിക്കൂടി വരികയാണ്. ഓ, ദിസ് ഈസ് ടു മച്ച്. നമ്പർ ഓഫ് കേസസ് മുകേഷ് മുന്നിലാണെങ്കിലും വെറൈറ്റി ഓഫ് കേസസ് രഞ്ജിത്താണ് മുന്നിൽ. എന്താ അല്ലേ? പലരുടെ മുഖമൂടികൾ അഴിഞ്ഞു വീഴുന്നു. എന്തൊക്കെയാലും ഈ ആരോപണങ്ങളൊക്കെ പ്രൂവ് ചെയ്യാൻ തെളിവുണ്ടോ ആവോ? തെളിവുകളെന്ന് വെച്ചാൽ നമ്മൾ സ്ത്രീകൾ തന്നെ പറയുന്നത് തന്നെയാണ് തെളിവ്, ഏറ്റവും വലിയ തെളിവ്. അത് അവർ ചെയ്തില്ല എന്ന് അത് തെളിയിക്കേണ്ടത് അവരുടെ ചുമതല. ഈ ഒരു ഡയലോഗിൽ നിന്ന് ഇവർ എന്തുവാണ് ഉദ്ദേശിക്കുന്നത്? ഈ റിപ്പോർട്ടുകളൊക്കെ കാണുമ്പോൾ മലയാള സിനിമയിൽ കുൽസിതം മാത്രമേ ഉള്ളൂ എന്ന് തോന്നിപ്പോകും. ഇതൊക്കെ എത്രത്തോളം ശരിയാണെന്ന് അന്വേഷണം വന്നാലേ അറിയത്തുള്ളൂ. ഈ കണക്കിന് പോയാൽ അമ്മ കമ്മിറ്റി, അമ്മത്തൊട്ടിൽ കമ്മിറ്റി എന്ന് നാട്ടുകാർ ഇനിയും വിളിക്കുമെന്ന് കരുതിക്കൊണ്ടായിരിക്കും ലാലേട്ടനും ടീംസും അമ്മ കമ്മിറ്റി പിരിച്ചുവിട്ടത്. എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ പെണ്ണുങ്ങൾക്ക് വേണ്ടി ഹേമ കമ്മിറ്റി വന്നതുകൂട്ട് ആണുങ്ങൾക്ക് വേണ്ടി ഒരു ഹേമന്ത് കമ്മിറ്റിയെങ്കിലും കൊണ്ടുവരണം. ഈ ചൂഷണവും ത്രട്ടനിങ്ങും മാനഹാനിയൊക്കെ ഒരു ജെൻഡറിന് മാത്രം ഉള്ളതല്ലല്ലോ. എന്നായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കണം. ലൈഫിൽ പ്രീമിയം മെമ്പർഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് എന്ത് തോന്നിവാസം കാണിക്കാവുന്നതാണ്. റെഡി ഫൂൾസ്. എന്തായാലും അന്വേഷണം വരട്ടെ. ഇതിന്റെ ഇടയ്ക്ക് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നവരൊക്കെ ഉണ്ട്. എന്തായാലും നല്ല രീതിയിൽ അന്വേഷണം നടത്തട്ടെ. അട്ടിമറിക്കാതിരുന്നാൽ മതിയായിരുന്നു. സോ ഗൈസ്, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആരായാലും ഒരിക്കലെങ്കിലും ഒരു ലോ ലെവൽ എയറിൽ പോക്ക് നടത്തണം. മനസ്സിനും ശരീരത്തിനും ഒക്കെ ഒരു ഉന്മേഷം തരാൻ സഹായിക്കും. എന്ന് വെച്ചാൽ അതൊരു ശീലമാക്കരുത്. ലിമിറ്റ് ക്രോസ് ചെയ്താൽ പിന്നെ നിങ്ങൾ മീഡിയം ലെവൽ സ്പേസ് യാത്ര നടത്തും. പിന്നെ ഒരു തിരിച്ചുവരവ് കാണത്തില്ല. ഇനി ഈ എയർ കഥ കണ്ടിന്യൂ ചെയ്താൽ ഞാൻ മിക്കവാറും എയറിൽ പോകും എന്നതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തും. അടുത്ത പ്രാവശ്യം ഇതിലും മുറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. That's all folks. Peace.